In episode 2, we discussed the geographical features that motivated the rulers to opt Delhi as the center of power. ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കുവാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. Let us find out who made Delhi as a seat of power first. ഡൽഹി ആദ്യം അധികാര കേന്ദ്രമാക്കി മാറ്റിയ ഭരണാധികാരികൾ ആരാണെന്ന് നോക്കാം. ഇറ്റ് വാസ് ദ തോമാർ കിങ്സ് ഹൂ മെയ്ഡ് ഡൽഹി ഫസ്റ്റ് ആസ് ദെയർ സീറ്റ് ഓഫ് പവർ. തൊമര രാജാക്കന്മാരാണ് ഡൽഹിയെ ആദ്യമായി അവരുടെ ഭരണകേന്ദ്രമാക്കി മാറ്റിയത്. ഇത് CE 8-ാം നൂറ്റാണ്ടിലാണ്. രജപുത്ര വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് തൊമര രാജാക്കന്മാർ. ഡ്യൂറിങ് ദാറ്റ് ടൈം ഡൽഹി വാസ് നോൺ ആസ് ദില്ലിക. ആ കാലഘട്ടത്തിൽ ഡൽഹി ദില്ലിക എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആഫ്റ്റർ ദ തോമാർ കിങ്സ് ചൗഹാൻ ഡൈനാസ്റ്റി റൂൾഡ് ഡൽഹി. ചൗഹാൻ ഡൈനാസ്റ്റി, ചൗഹാൻ ഡൈനാസ്റ്റി. തൊമര രാജാക്കന്മാർക്ക് ശേഷം ചൗഹാൻ രാജവംശം അധികാരത്തിൽ വന്നു. ഇതിലെ അവസാനത്തെ രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ. ചൗഹാൻ ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് ഓഫ് ഖോർ defeated Prithviraj Chauhan and established his domination over Delhi. Muhammad of Khor, ഖോറിലെ മുഹമ്മദ്. ഖോർ ഇസ് ദ പ്രസന്റ് അഫ്ഗാനിസ്ഥാൻ. നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനാണ് പണ്ട് കാലത്ത് മധ്യകാലഘട്ടത്തിൽ ഖോർ എന്ന പേരിലാണ് ഈ അഫ്ഗാനിസ്ഥാൻ അറിയപ്പെട്ടിരുന്നത്. ഖോറിലെ മുഹമ്മദ് പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി അദ്ദേഹം ആധിപത്യം സ്ഥാപിച്ചു. ഇദ്ദേഹത്തിന് ശേഷം, ഈ ഖോറിലെ മുഹമ്മദിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്ക് came into power. അപ്പം ഈ ഖോറിലെ മുഹമ്മദിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്ക് പുതിയൊരു രാജവംശം സ്ഥാപിച്ചു. അത് 1206 CE 1206 ഖുത്ബുദ്ദീൻ ഐബക്ക് പുതിയ ഒരു രാജവംശം സ്ഥാപിച്ചത്. ഹി എസ്റ്റാബ്ലിഷ്ഡ് മംലൂക്ക് ഡൈനാസ്റ്റി. ആ രാജവംശത്തിൻ്റെ പേരാണ് മംലൂക്ക് ഡൈനാസ്റ്റി. അനദർ നെയിം ഈസ് slave dynasty. It was in CE 1206 1206 ഖുത്ബുദ്ദീൻ ഐബക്ക് മാംലൂക്ക് ഡൈനാസ്റ്റി സ്ഥാപിച്ചത്. മാംലൂക്ക് ഡൈനാസ്റ്റിക്ക് മറ്റൊരു പേരാണ് സ്ലേവ് ഡൈനാസ്റ്റി. ഇദ്ദേഹത്തിന് ശേഷം ഇതിന് അടിമവംശം എന്ന് മലയാളത്തിൽ പറയും. മംലൂക്ക് ഡൈനാസ്റ്റി, മംലൂക്ക് രാജവംശം, അതുകൂടാതെ മറ്റൊരു പേരാണ് അടിമവംശം. അപ്പോൾ ഇദ്ദേഹത്തിന് ശേഷം, ഖുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം, അല്ലെങ്കിൽ ഈ മംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റിക്ക് ശേഷം 4 ഡൈനാസ്റ്റീസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവയുടെ പേരാണ്: ഒന്ന് ഖൽജി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഖൽജി വംശം. അലാവുദ്ദീൻ ഖൽജി എസ്റ്റാബ്ലിഷ്ഡ് ദിസ് ഖൽജി ഡൈനാസ്റ്റി. ദെൻ തുഗ്ലക് ഡൈനാസ്റ്റി. It was established by Muhammad bin Tughlaq. Then Sayyid dynasty. It was founded by Qisr Khan. Qisr Khan ആണ് സെയ്ദ് ഡൈനാസ്റ്റി സ്ഥാപിച്ചത്. After that ലോധി ഡൈനാസ്റ്റി. It was established by Ibrahim ലോധി. ഇതാണ് ഏറ്റവും അവസാനത്തെ ഡൈനാസ്റ്റി. അപ്പം നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കാണ് 1206 സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമവംശം ഓർ മംലൂക്ക് ഡൈനാസ്റ്റി സ്ഥാപിച്ചത്. ആ ഡേറ്റ് നമുക്കൊന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് CE 1206 1206 ആദ്യത്തെ ഡൈനാസ്റ്റി മംലൂക്ക് ഡൈനാസ്റ്റി.
അതിനുശേഷം വന്നത് ഖൽജി ഡൈനാസ്റ്റി. ഖൽജി ഡൈനാസ്റ്റി. അതിനുശേഷം വന്നത് തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് ഡൈനാസ്റ്റി. അതിനുശേഷം വന്നത് സെയ്ദ് ഡൈനാസ്റ്റി. സെയ്ദ് ഡൈനാസ്റ്റി. ലാസ്റ്റ് ലോധി ഡൈനാസ്റ്റി. These are the important dynasties. First dynasty was established by Qutbuddin Aybak. It was known as Mamluk dynasty or slave dynasty. Then Khalji dynasty, then Tughlaq dynasty, then Sayyid dynasty and Lodi dynasty. These dynasties existed about 320 years. The rulers of Delhi between c. 1206 to c. 1526. This period is known as Sultanate period and the rulers are known as Sultans. Sultans. C 1206 മുതൽ C 1526 വരെ ഭരണം നടത്തിയ ഭരണാധികാരികളെ സുൽത്താൻമാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിന് സുൽത്താനേറ്റ് പീരീഡ്, മലയാളത്തിലെ സൽത്തനത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിലെ ആദ്യത്തെ ഡൈനാസ്റ്റി അല്ലെങ്കിൽ രാജവംശം എന്ന് പറയുന്നത് ഖുത്ബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച മാംലൂക്ക് ഡൈനാസ്റ്റിയാണ്. മാംലൂക്ക് ഡൈനാസ്റ്റിയുടെ മറ്റൊരു പേരാണ് അടിമവംശം അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി. അതിനുശേഷം ഖൽജി ഡൈനാസ്റ്റി, അതിനുശേഷം തുഗ്ലക് ഡൈനാസ്റ്റി, അതിനുശേഷം സെയ്ദ് ഡൈനാസ്റ്റി, ലാസ്റ്റ് ലോധി ഡൈനാസ്റ്റി. അപ്പം നമുക്ക് ഈ ഓരോ രാജവംശങ്ങൾ സ്ഥാപിച്ച സുൽത്താൻമാരുടെ പേര് നമുക്ക് പറയുന്നുണ്ട്. ആദ്യത്തെ നമുക്കറിയാം ഖുത്ബുദ്ദീൻ ഐബക്കാണ്. പിന്നെ ഖൽജി ഡൈനാസ്റ്റി സ്ഥാപിച്ചത് അലാവുദ്ദീൻ ഖൽജിയാണ്. തുഗ്ലക് ഡൈനാസ്റ്റി സ്ഥാപിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. സെയ്ദ് ഡൈനാസ്റ്റി ഖിസ്ർ ഖാൻ ആണ്. ലോധി ഡൈനാസ്റ്റി ഇബ്രാഹിം ലോധി. അപ്പം ഇബ്രാഹിം ലോധിയാണ് ഈ ഏറ്റവും പ്രശസ്തനായ ഒരു സുൽത്താൻ. സുൽത്താനേറ്റ് പീരീഡിലെ ഏറ്റവും പ്രശസ്തനായ ഒരു റൂളറായിരുന്നു ഇബ്രാഹിം ലോധി. ഖുത്ബുദ്ദീൻ ഐബക്കിന് ശേഷമാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. ഹി കോൺകേർഡ് മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ. ഇദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം കീഴ്പ്പെടുത്തി. അതുകൂടാതെ ഇദ്ദേഹം ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. അതായത് എ യൂണിഫോം മോണിറ്ററി സിസ്റ്റം. ഇബ്രാഹിം ലോധി. He was one of the famous sultans and he conquered Multan, Lahore, Bengal and then he introduced a uniform monetary system. ഏകീകൃത നാണയ വ്യവസ്ഥ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. He introduced 2 coins known as Tanga and Jital. Tanga and Jital. It was introduced by ഇബ്രാഹിം ലോധി. നമുക്ക് പരീക്ഷയ്ക്ക് 4-5 ആക്ടിവിറ്റീസ് ആണ് നമുക്ക് സാധാരണ ചോദിക്കുന്നത്. ഓരോ ആക്ടിവിറ്റീസിൽ പല പാർട്ട് കാണും. അതിൽ 1 സ്കോറിന് ചോദിക്കുന്ന അല്ലെങ്കിൽ 1 സ്കോറിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹു ഇൻട്രൊഡ്യൂസ്ഡ് തങ്ക ആൻഡ് ജിതാൾ. ആൻസർ ഈസ് ഇബ്രാഹിം ലോധി. തങ്ക, ജിതാൾ തുടങ്ങിയ നാണയങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇബ്രാഹിം ലോധിയാണ്. അല്ലെങ്കിൽ ഇബ്രാഹിം ലോധി ഇൻട്രൊഡ്യൂസ് ചെയ്ത, നടപ്പിലാക്കിയ 2 നാണയങ്ങൾ ഏതെല്ലാം? തങ്ക, ജിത്താൾ. ഇതാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 കോയിൻസ്. ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയായിരുന്നു ബാൽബനാണ് ഇബ്രാഹിം ലോധിക്ക് ശേഷം അധികാരത്തിൽ വന്നത്. പിന്നെ ഒരു കാര്യം കൂടി നമുക്കിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത് only women ruler during the Sultanate period was Sultana Razia. സുൽത്താന റസിയ ആണ് ഈ സുൽത്താനേറ്റ് പീരീഡിലെ
ഒരു വിമൺ റൂളർ. വിമൺ റൂളറാണ് സുൽത്താന റസിയ. ഇവർ ഇൽത്തുമിഷിൻ്റെ മകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരുന്നത്. ആദ്യം8-ാം നൂറ്റാണ്ടിൽ ആദ്യമായി ഡൽഹിയെ ഭരണകേന്ദ്രമാക്കി മാറ്റിയ രാജാക്കന്മാർ ആരാണ്? തൊമര രാജാക്കന്മാർ. ഇവരുടെ കാലത്ത് ഡൽഹി മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏത് പേരിലാണ്? ദില്ലിക. അതിനുശേഷം വന്ന ഡൈനാസ്റ്റിയാണ് ചൗഹാൻ ഡൈനാസ്റ്റി. ചൗഹാൻ ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ രാജാവ് ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനെ ഖോറില മുഹമ്മദ് പരാജയപ്പെടുത്തി അദ്ദേഹം ഡൽഹി പിടിച്ചെടുത്തു. ഖോറില മുഹമ്മദ്, ഖോർ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ്. ഖോറില മുഹമ്മദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്ക് അടിമവംശം, നമ്മൾ എഴുതിയതാണ്, മാംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിച്ചു. പിന്നെ അതിനുശേഷം 4 ഡൈനാസ്റ്റീസും കൂടെ ഉണ്ടായിരുന്നു. 4 രാജവംശങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഖൽജി ഡൈനാസ്റ്റി, then Tughlaq dynasty, then Sayyid dynasty and Lodi dynasty. The period from CE 1206 to 1526 is known as Sultanate period and the rulers are known as Sultans. CE 1206 മുതൽ 1526 വരെ ഏകദേശം 320 വർഷത്തോളം ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരികളെ സുൽത്താൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അവരുടെ വംശത്തിന് കാലഘട്ടത്തിന് നമ്മൾ സൽത്തനത്ത് കാലഘട്ടം എന്നാണ് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു ഫ്ലോ ചാർട്ട്, ഈ റൂളേഴ്സ്, ഈ ഡൈനാസ്റ്റീസ് എല്ലാം ക്രോണോളജിക്കലായിട്ട് കാലക്രമേണ നമുക്കൊരു ആദ്യം നടത്തിയ ഭരണാധികാരി പിന്നീടുള്ളവരായിട്ട് അങ്ങനെ നമുക്ക് ക്രോണോളജിക്കലി നമുക്ക് ഇവരെ ഒരു ഫ്ലോ ചാർട്ടിൽ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. സൽത്തനത്ത് രാജവംശവും അടുത്ത പ്രധാനപ്പെട്ട ഭരണാധികാരികളും, അത് നമുക്കിത് ഫില്ല് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഇൽത്തുമിഷിനെ കുറിച്ചാണ്. ഈ സുൽത്താനേറ്റ് പീരീഡിലെ ഏറ്റവും പ്രശസ്തനായ ഒരു രാജാവായിരുന്നു ഇൽത്തുമിഷ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മോണിറ്ററി സിസ്റ്റം ആൻഡ് ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് 2 coins, ദാറ്റ് വാസ് തങ്ക ആൻഡ് ജിതാർ. അതിനുശേഷം വന്ന ഭരണാധികാരിയായിരുന്നു ബാൽബൻ. ദെൻ സുൽത്താന റസിയ വാസ് ദ ഓൺലി വിമൻ റൂളർ ഡ്യൂറിംഗ് ദി സുൽത്താനേറ്റ് പീരിയഡ്. She was the daughter of Iltutmish. Okay, we can stop here.